ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നാളത്തെ ഇൻട്രാഡേ അനാലിസിസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ഇന്നലെ ഞാൻ വീക്ക്ലി അനാലിസിസ് വീഡിയോ നിഫ്റ്റി ഫിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, പിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ ചെയ്തിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കാർഡിലും അറ്റാച്ച് ചെയ്തേക്കാം. അവിടെ നിന്ന് ഇന്നലത്തെ വീഡിയോ എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇന്നലെ വരച്ച ഡ്രോയിങ്സ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ അനാലിസിസിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഞാൻ 1 അവർ ചാർട്ടിലാണ് നമ്മുടെ നിഫ്റ്റി 50 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന, അതായത് ഫ്രൈഡേ ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 24,055 ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ഫ്രൈഡേ വന്ന ക്ലോസിംഗ്. പൈസൽ വാല്യൂ വന്നത് 23,997.55, നെഗറ്റീവ് 180.10 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 0.74% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. വീക്ക്ലിയിൽ ഇത്തിരി മോശമായിട്ടാണ് പെർഫോം ചെയ്തേക്കെങ്കിലും മന്ത്ലിയില് നമ്മുടെ നിഫ്റ്റി 50 നല്ല 6.42% നല്ല അപ്പ് മൂവ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്വിംഗ് ഒക്കെ ചെയ്യാൻ നേരത്ത്, ഒരു വീക്ക്ലി അനാലിസിസ് ഒക്കെ ചെയ്യാൻ നേരത്ത്, അല്ലെങ്കിൽ ഒരു മന്ത്ലി അനാലിസിസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവരെ, അതായത് നിഫ്റ്റിയിലോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലല്ല, ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഒരു മന്തിലോട്ട് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെ ആയിരിക്കും മാർക്കറ്റ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കേണ്ട മെയിൻ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കാൻ നേരത്ത് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് 2 സപ്പോർട്ട് ലെവൽസ് ആണ് നാളത്തേക്ക് നോക്കേണ്ടത്. ഒന്ന് 23,800 പിന്നൊന്ന് 23,600. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 23,800 ഇത് വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. ഞാനത് എന്തുകൊണ്ടാണെന്ന് പറയാം. പിന്നെ വരുന്ന പറഞ്ഞാൽ 23,600 ഇത് സപ്പോർട്ട് ലെവൽ 2 ആയിട്ട് വരും. ഞാൻ രണ്ടും മാർക്ക് ചെയ്യാം. 23,800 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് 23,600 ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. 2 ഇമ്പോർട്ടന്റ് ലെവലാണ്. പിന്നെ എടുത്ത് കാണേണ്ട ഇവിടെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോ ഒരു W പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, W പാറ്റേൺ ഇതാണ് നമുക്ക് ഫോം ചെയ്തിരിക്കുന്ന W പാറ്റേൺ. ആക്ടിവേറ്റ് ആയിട്ടില്ല, അണ്ടർ ഫോർമേഷനിലാണ്. അത് മാത്രമല്ല, ഇതിന്റെ ആക്ടിവേഷൻ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്, അതായത് 24,300. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,300. ഇത് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് നാളെ ആക്ട് ചെയ്യും. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ഇത് ഞാൻ ഇന്നലെയും ഡിസ്കസ് ചെയ്തതാണ്. ഈ ഗ്യാപ്പിനെ പറ്റി ചെറിയ ഗ്യാപ്പ് ആണെങ്കിൽ നമുക്ക് അത്ര വിട്ടുകളയാൻ പറ്റില്ല. കാര്യം നാളെ അപ്വേർഡ് മൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഗ്യാപ്പ് ഈസിലി ക്ലോസ് ആവും. കാര്യം ഈ ഗ്യാപ്പിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 60 പോയിന്റ്സേ വരുന്നുള്ളൂ. ഈവൻ 60 പോയിന്റ്സ് ആണെങ്കിൽ കൂടിയും ഈ 60 പോയിന്റ്സ് നാളെ ഒരു ഇമ്പോർട്ടന്റ് ഒരു ഗ്യാപ്പായിട്ട് മാർക്കറ്റിൽ നോക്കേണ്ടതാണ്. കാര്യം അഥവാ ഗ്ലോബൽ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഈ 60 പോയിന്റ്സ് ഗ്യാപ്പിന്റെ അവിടെ വന്ന് സൈഡ് വേസോ, അതായത് മാർക്കറ്റ് ഇങ്ങനെ സൈഡ് വേസോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം സൈഡ് വേസോ അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ തിരിച്ച് മാർക്കറ്റ് ഡൗൺഫോൾ ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 60 പോയിന്റ്സ് ഗ്യാപ്പ് വളരെ ക്രൂഷ്യൽ ആയിട്ട് കാണണം. ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 24,300 റെസിസ്റ്റൻസ് 1 കഴിഞ്ഞ് ഇവിടെ ഒരു നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ, നല്ലൊരു മർബോസു, നല്ലൊരു ഹാമർ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ റീട്രേസലും കറക്ഷൻ ഒക്കെ ഉണ്ടാവും, എന്നാലും ഒറ്റയടിക്കുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ കറക്ഷനോട് കൂടിയുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ 23,800 സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ചെയ്താൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് W പാറ്റേൺ മാത്രമല്ല, 2 പ്രാവശ്യം സപ്പോർട്ട് മീറ്റ് ചെയ്തിട്ടുള്ള, ഞാനൊന്നും കൂടി ക്ലിയർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം സപ്പോർട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡബിൾ ബോട്ടം പാറ്റേണും കൂടിയാണ്. ഈ ഒരു ഏരിയയിൽ വന്ന് മാർക്കറ്റ് 2 തവണയാണ് ഒരുപോലെ 23,800 റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 23,800ന്റെ അവിടെ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്താൽ ഒരു ബെയറിഷ് കാൻഡിൽ, ഒരു സ്ട്രോങ് ബെയറിഷ് കാൻഡിൽ അല്ല ഫോം ചെയ്യുന്നതെങ്കിൽ, സ്ട്രോങ് ബെയറിഷ് കാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് പിന്നെയും ഡൗൺവേർഡ് 23,600 സപ്പോർട്ട് 2ലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അഥവാ ബെയറിഷ് കാൻഡിൽ അല്ല ഫോം ചെയ്യുന്നത്, ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ബോട്ടം
ഈ ഒരു 23,800 എന്ന ലെവല് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് റീട്രേസ് ചെയ്യാൻ തുടങ്ങും. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നാളെ വരാൻ പോകുന്ന ഗ്ലോബൽ ന്യൂസ് വളരെയധികം ശ്രദ്ധിക്കുക. അതനുസരിച്ച് മാർക്കറ്റിന്റെ ഗ്യാപ്പ് ഓപ്പണിങ്ങോ ഗ്യാപ്പ് ഡൗണോ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ അനലൈസ് ചെയ്യുന്നത് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താലുള്ള ലെവൽസ് ആണ്. ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ മാർക്കറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഗ്യാപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ 23,800 എന്ന് എഴുതിയേക്കുന്ന സപ്പോർട്ട് 1 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് മാറും. 24,300 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് മാറും. അപ്പൊ എവിടെ ഓപ്പൺ ചെയ്യുന്ന ലെവൽസ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ എവിടെ ഓപ്പൺ ചെയ്യുന്ന അതുപോലെ റെസിസ്റ്റൻസും സപ്പോർട്ടും മാറുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇനി ഫിബിനോക്കി ലെവൽസ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഫിബിനോക്കി ലോ ഹൈ ടു ലോ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഈ 23,400 എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഹൈ ടു ലോ ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. ഫിബിനോക്കി ലെവൽസ് വെച്ചാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഞാൻ കറക്റ്റ് ഒന്ന് പൊസിഷനിൽ വെച്ചോട്ടെ. ഈ ഒരു പൊസിഷനിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഞാനിപ്പോ പറഞ്ഞ 24,300 എന്ന ലെവൽ കണ്ടോ, ഈ ഒരു ലെവൽ ഇവിടെ മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കണ്ടോ, ഈ ഒരു ലെവല്, ഈ ഒരു ഫിബിനോക്കി ലൈൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. 0618 എന്ന ലൈൻ ഇത് കറക്റ്റ് ആയിട്ട് ആ ഫിബിനോക്കി ഏരിയയിൽ വന്നാണ് പിന്നെ മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ വരച്ചേക്കുന്ന 24,300 എന്ന റെസിസ്റ്റൻസ് 1 ഇമ്പോർട്ടന്റ് ഫിബിനോക്കി ലെവലും ആണ്, ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് 1 കൂടിയാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ മുന്നോട്ട് ട്രേഡ് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഇന്ത്യ വിക്സ് ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഇന്ത്യ വിക്സ് ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു. ഇനി നിഫ്റ്റി വിക്സ് ഇന്ത്യ വിക്സ് 18.46 ആണ്. കഴിഞ്ഞ ആഴ്ചത്തെ വെച്ച് നോക്കാൻ നേരത്ത് 17 ആയിരുന്നു, 17.76 ആയിരുന്നു. അത് വെച്ച് നോക്കാൻ നേരത്ത് ഒരു പോയിന്റ് കുറഞ്ഞിട്ടുണ്ട്. അത്രയും വോളറ്റിലിറ്റിക്ക് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, വലിയ ഡിഫറൻസ് എന്നല്ല, ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് കാണിച്ചു തരാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നല്ലൊരു അപ് ട്രെൻഡിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് മീറ്റപ്പ് ചെയ്ത് ഇപ്പോൾ ഒരു എം പാറ്റേൺ ഫോർമേഷനിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലൊരു എം പാറ്റേൺ ഫോർമേഷനിലാണ് പോണത്. ഈ എം പാറ്റേണിന്റെ ആക്ടിവേഷൻ ലെവലിന്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 24,229. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് ക്രോസ് ഔട്ട് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ, ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി മോർണിംഗിൽ ഒരു 8 മണിക്ക് മുമ്പ് ഒരു ഇതിന്റെ താഴെയോട്ടാണ് പോണെങ്കിൽ മാർക്കറ്റില് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഗിഫ്റ്റ് നിഫ്റ്റി ഈ ഒരു എം പാറ്റേണിന്റെ ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് റിവേഴ്സ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ബുള്ളിഷ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു അപ്പ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന്റെ ഒപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ഗ്യാപ്പ് അപ്പ് ഒക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് വന്ന് നോക്കുക എങ്ങനെയാണ് ഈ എം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തതെന്ന്. ഒപ്പം ഗ്ലോബൽ ന്യൂസ് ആണ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് നോക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി നമുക്കറിയാം 1639 പോയിന്റ്സ് ഗ്യാപ്പ് നമുക്ക് താഴെയുണ്ട്. ആ ഗ്യാപ്പ് ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ എത്തിയപ്പോൾ, അതായത് ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 54,500 ഒന്ന് റൗണ്ട് അപ്പ് ആയിട്ട് 54,500 എന്ന് എടുക്കാം. ആ ഒരു ലെവലിൽ എത്തിയപ്പോഴേക്കും മാർക്കറ്റ് ഇവിടെ നിന്ന് ബുള്ളിഷ് മൂവ്മെന്റ് നടത്തി. നമ്മൾ വരച്ചിരുന്ന നേരത്തെ വീഡിയോസ് കണ്ടാൽ അറിയാം, നമ്മൾ വരച്ചിരുന്ന ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിരുന്നു അത്. അവിടെ നിന്ന് ബുള്ളിഷ് മൂവ്മെന്റ് നടത്തി. പക്ഷെ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഏകദേശം 183 ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റ് മെഷർ ചെയ്ത് പറയാം. ഏകദേശം 182 പോയിന്റ്സ് ഗ്യാപ്പ്, 180 റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. 180 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ്
മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോവുകയാണെങ്കിൽ നാളെ ഈസിലി ക്ലോസ് ആവും. കാര്യം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അതിൽ വെച്ച് നോക്കാൻ നേരത്ത് 180 പോയിന്റ്സ് നല്ല ഈസിലി ക്ലോസ് ആകും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ വെച്ചാണ് നമുക്ക് അനലൈസിങ് ചെയ്യേണ്ടത്. അപ്പോ നമുക്ക് അനലൈസിങ്ങിലോട്ട് കടക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ഗ്യാപ്പ് ഒക്കെ ഒന്ന് വരച്ചോട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന പുതിയ ഗ്യാപ്പ് എന്ന് പറയുന്നത് 183 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പാണ്. അതാണ് ഞാൻ എഴുതുന്നത്. 183 പോയിന്റ്സ് ഗ്യാപ്പ്. 180 എന്നാണ് റൗണ്ട് അപ്പ് ആയിട്ട് എഴുതുന്നത് കേട്ടോ. 180 പോയിന്റ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനലൈസിങ് ചെയ്യാനുള്ളത്. നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പൊ ആദ്യമേ തന്നെ പറയാനുള്ളത്, ഈ ഒരു മാർക്കറ്റ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ഇവിടെ കാണാം. ഈ ട്രെൻഡ് ലൈൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇതുവരെ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ ക്ലോസിംഗും കൂടി ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത് 55,003 എന്ന ലെവലിലാണ് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ബൈസെൽ വാല്യൂ വന്നത് 54,863.35, നെഗറ്റീവ് 540.25 പോയിന്റ്സ് ഡൗൺ, 0.98% ഡൗൺവേർഡ് മൂവ്മെന്റ്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു. ഇത് മാർക്കറ്റ് ഒരു 0.98 ആണെങ്കിലും ഗ്യാപ്പോട് കൂടിയുള്ളതാണ്. എന്തുകൊണ്ടാണെന്നുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കണില്ല. അപ്പൊ താല്പര്യമുള്ളവർ ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു നോർമൽ മൂവ്മെന്റ് ആണ്, എന്തുകൊണ്ടാണ് 0.98 അല്ല നെഗറ്റീവ് 540 എന്ന് നമുക്ക് ഫുള്ളി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എടുത്ത് കാണാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസിലോട്ട് നോക്കാം. അപ്പൊ ലെവൽസിൽ നോക്കി കഴിയാൻ നേരത്ത് നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ 54,500 തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഞാനിവിടെ ഒന്ന് എഴുതിക്കോട്ടെ. 54,500 ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ലെവൽ ഞാനൊന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഈ ഒരു ലെവല് വന്നാണ് റീട്രേസ് ചെയ്തത്. ഞാൻ ആദ്യമേ പറഞ്ഞു. അത് മാത്രമല്ല, ഈ ഒരു ലെവലിന്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ 1639 പോയിന്റ്സ് ഗ്യാപ്പ്, 1639 പോയിന്റ്സ് ഗ്യാപ്പ് സ്ലോലി ക്ലോസ് ആകാൻ തുടങ്ങും. 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ബെയറിഷ് കാൻഡിൽ കൺഫർമേഷൻസ് എടുക്കുക. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ സ്ലോലി ഒറ്റ ദിവസം കൊണ്ട് 1639 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാൻ പോണില്ല. പക്ഷെ സ്ലോലി മാർക്കറ്റ് ഫില്ലാകാൻ തുടങ്ങും. കാര്യം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞു. പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ 4th മെയ്യില് നാളെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മാസം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ അതിന്റെ റിഫ്ലക്ഷനും ഒരു ചെറിയ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവും. പുതിയ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ അതേ ചേഞ്ച് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യും. സ്പെഷ്യൽ ആയിട്ട് എടുത്തു നോക്കേണ്ട കാര്യം, ഈ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചേഞ്ച് വരാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് മാത്രമാണ് ഈ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ എഫക്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വരുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ അതനുസരിച്ചുള്ള മൂവ്മെന്റ് നടത്തുന്നതായിരിക്കും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നോർമൽ മൂവ്മെന്റ് നടത്തുന്നതായിരിക്കും. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ റെഫറൻസ് ബാക്കിയുള്ള അതായത് 9:30 കഴിഞ്ഞുള്ള എടുക്കുന്ന ട്രേഡ്സിലോട്ട് കമ്പയർ ചെയ്യരുത്. ജസ്റ്റ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഓപ്പണിംഗ് ആണോ എന്ന് റെഫർ ചെയ്യാൻ മാത്രമേ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിങ്ങൾ പോയി നോക്കാവുള്ളൂ. കാര്യം അങ്ങനെ ഒരു തെറ്റ് വരരുത്. കാര്യം ഗിഫ്റ്റ് നിഫ്റ്റി അതിനുശേഷം ഒരു തെറ്റായ രീതിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. കാര്യം ഞാൻ പിന്നെ എടുത്തു പറയുന്നു, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പണിംഗിന്റെ സമയത്ത് മാത്രമേ അത് ഗ്യാപ്പ് അപ്പ് ആയിരിക്കോ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കോ എന്ന് അറിയാൻ വേണ്ടി നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കേണ്ട ലെവൽ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിലെ 2 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസസ് വരുന്നുണ്ട്. ഒരു മൈനർ റെസിസ്റ്റൻസ്, അതായത് ഇവിടെ കൊണ്ടുവരുന്നത് ഒരു മൈനർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് കൺസിഡറേഷനിൽ എടുക്കണം. മൈനർ ആണെങ്കിലും ഈ ലെവൽ വരുന്നത് ഏകദേശം 55,250 എന്ന ലെവലാണ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ 180 പോയിന്റ്സ് ഗ്യാപ്പ് കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു റെസിസ്റ്റൻസ് റെസ്പെക്ട് ചെയ്ത്, പണ്ട് ഇത് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് ഇപ്പൊ താഴെ ആയതുകൊണ്ട് നമ്മളത് റെസിസ്റ്റൻസ് ആയിട്ടേ കാണുള്ളൂ. ഈ പോയിന്റ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സപ്പോർട്ട് ഇപ്പൊ റെസിസ്റ്റൻസ് ആണ്. റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ആ ഈ 180 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് പോയിട്ട്. അതേസമയം
ഇവിടെ ഒരു കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാകുന്നത് 180 പോയിന്റ്സ് ഗ്യാപ്പ് ഫോർമേഷൻ കഴിഞ്ഞ് കാൻഡിൽ ഫോർമേഷൻ വരുന്നത് ഒരു ബുള്ളിഷ് കാൻഡിൽ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റിന്റെ കണ്ടിന്യൂസ് ഈ 180 പോയിന്റ്സ് ഗ്യാപ്പ് കഴിഞ്ഞ് ചെറിയ ഒരു റീട്രേസ്മെന്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഒരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അപ്വേർഡ് മൂവ്മെന്റ് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ഉറപ്പുവരുന്നത്. ഒന്ന്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടക്കും. ഞാൻ ആദ്യമേ വരച്ച ഈ ഒരു വൈറ്റ് ഡോട്ടഡ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനിലെ അതിന്റെ ബ്രേക്ക് ഔട്ട് നടക്കുന്നതായിരിക്കും. ഒപ്പം നമുക്ക് കാൻഡിൽ കൺഫർമേഷനും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക, റാൻഡം ട്രേഡ്സ് എടുക്കാതിരിക്കുക. നാളത്തെ ട്രേഡ് ഒരിത്തിരി സൂക്ഷിച്ചെടുത്തു കഴിഞ്ഞാൽ വിചാരിച്ച പോലെയുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സൂക്ഷിച്ച് ലെവലൊക്കെ നോക്കി കാൻഡിലൊക്കെ നോക്കി ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ ട്രേഡിനെ കുറിച്ച് എന്തെങ്കിലും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണോ, അല്ലെങ്കിൽ അതിനെപ്പോലെ ട്രേഡ് ചെയ്യാൻ ഞാനിപ്പോ ട്രേഡ് ചെയ്യുന്ന പോലെ കറക്റ്റ് ലെവൽസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ എങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്ന പോലെ ട്രേഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഓറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.